ഹലോ, സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാക്ക് ഡേറ്റ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. സോ സ്റ്റാക്ക് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ്. സോ ഇതിൽ ഡേറ്റ ഇൻസേർട്ട് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും ഒരു സൈഡിൽ കൂടെ മാത്രമാണ്. അതായത് ലിഫോ പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമ്മളൊരു ബുഫേ സിസ്റ്റമുള്ള കല്യാണ പരിപാടിക്ക് പോയി എന്ന് വിചാരിക്കുക. സോ അവിടെ പ്ലേറ്റ്സ് എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുക, അങ്ങനെ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ടായിരിക്കും അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ പോയി എടുക്കുന്നത് ഏറ്റവും മേലത്തെ പ്ലേറ്റ് ആയിരിക്കും. ഓക്കെ, സോ ആ പ്ലേറ്റ് ആയിരിക്കും അവർ ലാസ്റ്റ് കൊണ്ടുവന്ന് വെച്ച പ്ലേറ്റ്, അതായിരിക്കും നമ്മൾ ആദ്യം എടുക്കുന്നത്. ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇനി സ്റ്റാക്കിൽ വരുന്ന ബേസിക് ഓപ്പറേഷൻസ് ആണ് പുഷ്, പോപ്പ് ആൻഡ് പീക്ക് അല്ലെങ്കിൽ ടോപ്പ്. സോ പുഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ എലിമെൻറ്റിനെ സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യുന്നതാണ് പുഷ്. പോപ്പ് എന്ന് പറയുന്നത് ഒരു എലിമെൻറ്റിന് നമ്മൾ സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. പീക്ക് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സ്റ്റാക്കിലെ ടോപ്പ് എലിമെൻറ്റിൻ്റെ ചെക്ക് ചെയ്യുകയാണ് വിത്തൗട്ട് റിമൂവിങ് ഇറ്റ്. ഇനി സ്റ്റാക്ക് നമുക്ക് രണ്ട് വിധത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് അറേ യൂസ് ചെയ്തിട്ട്, രണ്ടാമത്തത് ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട്. അറേ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാക്കിലെ എലിമെൻറ്റ്സിനെ കോൺസിക്യൂട്ടീവ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും, അതായത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ പുഷ് പോപ്പ് ഓപ്പറേഷൻസ് ഒക്കെ ഡയറക്റ്റ് ഇൻഡെക്സിങ് കൊണ്ട് നമുക്ക് വേഗത്തിൽ ചെയ്യാം. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സൈസ് ഫിക്സ്ഡ് ആണ്. മുൻകൂട്ടി നമുക്ക് മാക്സിമം സൈസ് ഡിഫൈൻ ചെയ്യണം. ഫുള്ളായാൽ പുതിയ എലിമെൻറ്റ്സ് ചേർക്കാൻ പറ്റില്ല. ഇനി ലിങ്ക്ഡ് ലിസ്റ്റ് ബേസ്ഡ് ആണെങ്കിൽ നമുക്ക് ഓരോ നോഡിലും നമുക്ക് ഡേറ്റ ഉണ്ട്, പോയിൻ്റർ ഉണ്ട്. സോ പുഷ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യണം, അത് ഹെഡിലേക്ക് ലിങ്ക് ചെയ്യണം. പോപ്പ് ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് ഹെഡിലത്തെ അഡ്രസ്സ് മാറ്റി കൊടുക്കണം. ഓക്കെ, സോ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസിനൊരു ലിമിറ്റ് ഇല്ല. മെമ്മറി ഉള്ളിടത്തോളം കാലം നമുക്ക് എലിമെൻറ്റ്സിനെ ആഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ പോയിൻ്റർ ഹാൻഡിലിംഗ് കൊണ്ട് ഓപ്പറേഷൻസ് ഒക്കെ കുറച്ച് കോംപ്ലക്സ് ആണ്. ഇനി എങ്ങനെയാണ് നമുക്കൊരു സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യലൈസേഷൻ ആണ്. സോ ഇനീഷ്യലൈസേഷനിൽ നമ്മൾ ആദ്യം ടോപ്പ് =-1 കൊടുക്കും, അതായത് നമ്മുടെ സ്റ്റാക്ക് എംപ്റ്റി ആണെന്ന് കാണിക്കുകയാണ്. ഇനി അടുത്തത് പുഷ് ഓപ്പറേഷൻ ആണ്. സോ പുഷ് ഓപ്പറേഷനിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് സ്റ്റാക്ക് ഫുള്ളാണോ അല്ലേന്നാണ്. സോ അതിനാണ് ടോപ്പ് =max size -1 കൊടുക്കുന്നത്. ഫുൾ അല്ലെങ്കിൽ നമുക്ക് ടോപ്പ് ഇൻക്രിമെൻറ്റ് ചെയ്ത് പുതിയ എലിമെൻറ്റ് സ്റ്റാക്ക് ടോപ്പിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ വരുന്നതാണ് പോപ്പ് ഓപ്പറേഷൻ. സോ പോപ്പ് ഓപ്പറേഷനിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, സ്റ്റാക്ക് എംപ്റ്റി ആണോ അല്ലേന്നാണ്. അതിനാണ് ടോപ്പ് =-1. സോ എംപ്റ്റി അല്ലെങ്കിൽ നമുക്ക് സ്റ്റാക്ക് ടോപ്പ് റിട്ടേൺ ചെയ്യാം, അതുപോലെ ടോപ്പ് ഡിക്രിമെൻറ്റ് ചെയ്യാം. ഇനി അടുത്തതാണ് പീക്ക് ഓപ്പറേഷൻ. സോ സ്റ്റാക്ക് എംപ്റ്റി അല്ലെങ്കിൽ സ്റ്റാക്ക് ടോപ്പിനെ നമ്മൾ റിട്ടേൺ ചെയ്യും, പക്ഷേ ടോപ്പ് കുറയില്ല, അതായത് ടോപ്പ് നമ്മൾ ഡിക്രിമെൻറ്റ് ചെയ്യില്ല. അങ്ങനെ സ്റ്റാക്ക് ഓപ്പറേഷൻസിലെ പുഷ്, പോപ്പ്, പീക്ക് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ടോപ്പ് എന്ന പോയിൻ്ററെയാണ്. ഇനി സ്റ്റാക്കിലെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത് പുഷിനും പോപ്പിനും =1 ആണ്. സോ ഇതിൽ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലിഫോ പ്രിൻസിപ്പിളാണ്, ദാറ്റ് ഈസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. പിന്നെ വരുന്നത് സിംഗിൾ പോയിൻ്റ് ഓഫ് ആക്സസ്. എല്ലാ ഇൻസേർഷൻസും ഡിലീഷൻസും ഒരു എൻഡിൽ നിന്നാണ് നടക്കുന്നത്. ഓക്കെ, സോ ആ ഒരു എൻഡിനെയാണ് നമ്മൾ ടോപ്പ് എന്ന് റെഫർ ചെയ്യുന്നത്.